പോകും. അതെവിടെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ വരും. അതുകൂടാണ്ട് അതായിരിക്കും അവിടുന്ന് ആ ലൊക്കേഷനിൽ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ലാസ്റ്റ് ഡേ ബാങ്കോക്ക് ആൻഡ് മാസ്റ്റ് വിസിറ്റ്. അപ്പോൾ വിശേഷങ്ങളിലേക്ക് കാണാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം കേട്ടോ ഇന്നത്തെ സൈലത്ത് പോകാൻ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ഫ്രോക്കായിരുന്നു കേട്ടോ. അതാ 7:30 ആയപ്പോഴത്തേനും ഏകദേശം 7:30 8 മണി ആവാറായപ്പോഴത്തേനും നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ഇന്ന് ട്രെയിൻ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ബാങ്കോക്കിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു സ്ഥലമാണ് ട്രെയിൻ മാർക്കറ്റ്. അപ്പോൾ ട്രെയിൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ട്രെയിന് 2 സമയത്തേ പോവുള്ളൂ. വരലും പോലും വേഗം നയിക്കും. പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കഫേസ് ഉണ്ട്. നമുക്ക് ഹോം ഡെക്കോസ് മേടിക്കാം, ബാഗുകൾ മേടിക്കാം, ഡ്രസ്സസ് മേടിക്കാം. പക്ക ഒരു മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ ഈ ട്രെയിൻ മാർക്കറ്റ്. അപ്പോൾ അതാ ഞങ്ങൾ സ്റ്റേഷനിലൊക്കെ പോകുന്ന വഴിക്ക് എടുത്ത കുറച്ച് ക്ലിപ്സാണിത്. സ്റ്റേഷനിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. ട്രെയിനിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ദെൻ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്തോടെ അടുത്തോ ട്രെയിനൊക്കെ പോവുക. ഈ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ. അപ്പോൾ അതാ ട്രെയിൻ ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ട്രെയിനൊക്കെ പോയി കഴിയുമ്പോൾ ഷോപ്സ് പഴയതുപോലെ ആവും. നിങ്ങൾ ഈ കാണുന്ന പോലെ തിരിച്ച് മാർക്കറ്റ് പഴയ മാർക്കറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ട്രെയിൻ വരുമ്പോൾ ട്രെയിൻ മാർക്കറ്റ് അകത്ത് പോവും, പുറത്ത് വരും. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് ഷോപ്പൊക്കെ ചെയ്തിട്ട് വേഗം ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണിന്ന്. അപ്പോൾ രണ്ടാമത്തെ സ്ഥലം ഞങ്ങൾക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആയിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ബോട്ടിലിങ്ങനെ പോയി മാർക്കറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർ നിർത്തിത്തരും, നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മൾ പറയുന്ന റേറ്റിൽ അവർ തരും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, ബാഗ് ആയാലും ഒക്കെ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ കാണാനും. നമുക്കപ്പോൾ മേടിക്കാനും പറ്റും. കാഴ്ച ഇതാ നിങ്ങൾ കണ്ടറിയാം എന്ത് ഭംഗിയാലേ. അപ്പോൾ പോണ വഴിക്ക് പാമ്പൊക്കെ കണ്ടു കേട്ടോ. എനിക്ക് പിന്നെ പാമ്പിനെ നല്ല പേടിയായതുകൊണ്ട് ഞാൻ നിർത്തിച്ചുമില്ല. അപ്പോൾ പാമ്പിനെ മേത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഞങ്ങളുടെ ഫാക്കൽറ്റീസാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാ ഞങ്ങൾ പോയി ഒരു അറ്റം തൊട്ട് ഒരറ്റം വരെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. പക്ഷെ നല്ല രസം, നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല. അതുപോലെ കണ്ട് നമ്മൾ ആസ്വദിച്ച് പോകും. നിങ്ങൾ കണ്ടറിയാം. ഈ ഹാറ്റൊക്കെ ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമുക്ക് മാക്സിമം ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റും. എങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് തൊട്ട് നോക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈം തന്നിട്ടുണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ. പർച്ചേസിനായാലും ഫുഡ് ട്രൈ ചെയ്യാനാണ് ഫുള്ളൊന്ന് കറങ്ങി നടന്ന് കാണാൻ. അപ്പോൾ അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതാ അവരുടെ എന്തോ ഒരു പോപ്പ് പോലെ ആരോ ബുദ്ധിസ്റ്റിൽ ഉള്ള ആരോ അവരുടെ ബിലീഫിലുള്ള ആരോ ആണ് ഇത്. അപ്പോൾ അവർ വന്നപ്പോൾ അത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുത്ത കുറച്ച് ക്ലിപ്സാണ്. നേരെ ബസ്സിൽ വന്നപ്പോൾ അവിടെ നിന്ന് മേടിച്ച ഒരു ഫോട്ടോ ഫ്രെയിമും മാഗ്നറ്റുമാണ്. അപ്പോൾ ഞങ്ങളുടെ പിള്ളേർ സെറ്റ് ഞങ്ങൾ കുഞ്ഞു പിള്ളേരെക്കാളും കഷ്ടമായതുകൊണ്ട് ഒരു പാവക്കുട്ടി മേടിച്ചിട്ടുള്ള അഭ്യാസമാണ് നിങ്ങളെ കണ്ടത്. ഞങ്ങൾ കുഞ്ഞു പിള്ളേർ തന്നെയാണല്ലോ. അപ്പോൾ ദേ ഞങ്ങൾ അവിടെ നിന്ന് നേരെ 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ബാങ്കോക്ക് സിറ്റിയിൽ തിരിച്ചെത്തി ലഞ്ച് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു, ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനും ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് നേരെ ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ഇന്നലെ തീർത്തത് കൊണ്ട് നേരെ പോകുന്നത് സെൻട്രൽ വേൾഡിൽ ചുമ്മാ കറങ്ങാനാണ്. അപ്പോൾ ഷോപ്പിംഗ് മോളൊക്കെ ചുമ്മാ കറങ്ങി കിടക്കണമല്ലോ. നമ്മൾ ബാങ്കോക്ക് സിറ്റി വന്നിട്ടൊന്നും പോയില്ല എന്ന് പറയരുത്. ഞങ്ങൾ സെൻട്രൽ വേൾഡിൽ പോകണം. നല്ല രസമാണ്. താഴെ തൊട്ട് ടോപ്പ് വരെ പോയി. ഇങ്ങനെ പോകുന്ന വഴിക്ക് എൻട്രൻസിൽ നിന്ന് കയറി കഴിയുമ്പോൾ ചെറിയ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കുറേ ഷോപ്സ് ഉണ്ടാവും, സ്റ്റോൾസ് ഉണ്ടാവും. പക്ഷെ നല്ല ക്രൗഡുണ്ട് ഈ മോളിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ നടന്ന് വന്നപ്പോൾ ആദ്യം കണ്ടത് സാറയാട്ടോ. സാറയ്ക്കകത്ത് പോയി ഡ്രസ്സസൊക്കെ കണ്ടു. അവിടുത്തെ പെർഫ്യൂംസൊക്കെ ട്രൈ ചെയ്തു. നല്ല പെർഫ്യൂംസ് ആണ് കേട്ടോ. എനിക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൊണ്ടുവരാൻ പറ്റാഞ്ഞിട്ടാണ്. പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഇറങ്ങി വന്നപ്പോൾ ഐസ് സ്കേറ്റിംഗ് കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നേരെ മുകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പെർഫ്യൂംസ് ഉണ്ട്. നമ്മൾ പറയുന്ന പെർഫ്യൂംസ് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരും. അതൊക്കെ കണ്ട് അവിടെ നിന്ന് പിന്നെ നടന്ന് ഫുൾ മോള് കറങ്ങി പുറത്ത് വന്നപ്പോൾ അവിടെ ഫാഷൻ ഷോ പ്രൈഡ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ കണ്ടു. അപ്പോൾ നല്ല സൂപ്പർ മഴയായിരുന്നു. മഴയൊക്കെ നനഞ്ഞ് പ്രൈഡൊക്കെ കണ്ട് വേഗം തിരിച്ചു പോരാണ്. നമുക്ക് ടൈമായി പോവാൻ. അപ്പോൾ നമ്മൾ പ്രൈഡൊക്കെ കുറച്ച് നേരം കണ്ട് നടന്ന് പോവാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സഫോറയിലും കയറിയിരുന്നു. അപ്പോൾ ആ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ലിപ്സ്റ്റിക്കും ഐ കാജലും ട്രൈ ചെയ്തിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ബസ്സിൽ കയറി ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. മഴയൊക്കെ നല്ല സൂപ്പർ മഴയായിരുന്നു. ഞങ്ങൾ മാൽഗുഡിയിലാണ് ഞങ്ങൾക്ക് ഇന്ന് ഡിന്നർ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ കുറച്ച്
ഫുഡ് എന്തായിരുന്നു നിങ്ങളൊന്ന് ഓടിപ്പോയി കണ്ടിട്ട് വാ. സാലഡ്സ് ഉണ്ടായിരുന്നു, നമുക്ക് നാടൻ ഫുഡ് ചിക്കൻ കറി ഉണ്ടായിരുന്നു, റൊട്ടി ഉണ്ടായിരുന്നു, റൈസ്, സാമ്പാർ, റൈത്ത അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വേഗം പോയി കണ്ടിട്ട് വരൂ കേട്ടോ. ഡിന്നർ കഴിച്ച് തിരിച്ച് റൂമിൽ പോകുന്ന വഴിക്ക് ഫാക്കൽറ്റീസും പിള്ളേരെല്ലാവരും കൂടി അന്താക്ഷരിയൊക്കെ കളിക്കാൻ കേട്ടോ. പക്ഷെ നല്ലൊരു മെമ്മറിയാണ് ഈ ട്രിപ്പ്. അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ഫാക്കൽറ്റീസും പിള്ളേരെല്ലാം കൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ പാട്ടൊക്കെ പാടി കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എൻജോയ് ചെയ്തിട്ട് വാ. അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങളിതാ റൂമിലെത്തി വേഗം ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി. പാക്ക് ചെയ്യാനൊന്നും ഇല്ല. ഞങ്ങളെല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ചുമ്മാ ഒരു നൈറ്റ് വാക്കിന് പോകട്ടെ. ഞങ്ങൾക്കായി ഇച്ചിരി സമയം ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് കണ്ടെത്തി ഞങ്ങളെല്ലാവരും കൂടി നൈറ്റ് വാക്കിന് പോവാണ്. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ വെറുതെ നടന്നു. അങ്ങനെ നൈറ്റൊക്കെ എൻജോയ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയപ്പം കുറച്ച് നേരം ഒന്ന് നിന്ന് നൈറ്റ് വ്യൂ ഒക്കെ കണ്ട് നേരെ റൂമിൽ വന്നു. പാക്ക് ചെയ്യാണ്, കാരണം പിറ്റേ ദിവസം നമ്മൾ പോരുവാണല്ലോ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷം. പുതിയ വ്ളോഗുമായിട്ട് ഉടനെ വരാം. ബായ്.